ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിനക്ക് ഞാൻ നേരുകയാണ്. മാമോദീസായിൽ നമ്മളൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. അത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ള, ചുറ്റുമുള്ളവർക്കൊക്കെ ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ലോകമെങ്ങും പോയി, എല്ലാ വശങ്ങളിലേക്കും പോയി നിങ്ങൾ അവരെയൊക്കെ സുവിശേഷം അറിയിക്കുവിൻ. ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ഈ ദൗത്യത്തിൻ്റെ കൂട്ടുത്തരവാദികളാണ് നമ്മളെല്ലാവരും. ഇന്നേ ദിവസം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞൊന്ന് ചിന്തിക്കണം. ജസ്റ്റ് ഒരാഴ്ചയിൽ ഒരു മാസം ഒന്ന് എടുക്കുക. ഈ ഒരു കാലയളവിൽ എത്ര പേർക്ക് എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനായിട്ട് സാധിച്ചു? അല്ലെങ്കിൽ എൻ്റെ ജീവിതം കണ്ടിട്ട്, എൻ്റെ സംസാരം കേട്ടിട്ട്, എൻ്റെ ശൈലികൾ മനസ്സിലാക്കിയിട്ട് എത്ര പേര് ഒരു ക്രിസ്തു ഉണ്ടെന്ന് അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കി? നീ സാക്ഷ്യം കൊടുക്കേണ്ട വ്യക്തിയാണ്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഇടയിൽ നിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. കർത്താവേ, നിനക്കെപ്പോഴും സാക്ഷ്യം വഹിക്കുവാനായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാധിക്കുന്നവർക്കെല്ലാം നിന്നെ പങ്കുവച്ചു കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഒരു സുവിശേഷ തീഷ്ണത നൽകി അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും നിൻ്റെ നാമത്തിൽ സംരക്ഷണമുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ